വണക്കം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ കൊട്ടാര സദൃശ്യമായിട്ടുള്ള വാടക വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് നടത്തിയപ്പോൾ ഏറ്റവും അധികം പേടിച്ച മാധ്യമപ്രവർത്തകൻ ആരാണ്? അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മൊട്ട ബോസ്. ചുമ്മാ അതിരുതില്ല ആ മൊട്ട ബോസായിട്ടുള്ള നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺ കുമാർ ആയിരുന്നു. കാരണം സർക്കാരിന് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ അതിനെ എങ്ങനെ ന്യായീകരിച്ച് മെഴുകാമെന്നുള്ളതിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അരുൺ കുമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്തത്. അങ്ങനെ റിപ്പോർട്ടർ ചാനലിൽ കാശ് കണ്ട് മാത്രം ഒഴുകി വന്ന അരുൺ കുമാർ കഴിഞ്ഞ ദിവസം ഭയചകിതനായിരുന്നു. എന്തെങ്കിലും കിട്ടുമോ എന്നായിരുന്നു അരുൺ കുമാർ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം നമ്മുടെ സഖാക്കന്മാർക്ക് വേണ്ടി അവസാനം ഒരു ക്യാപ്സ്യൂൾ അങ്ങോട്ട് ഇറക്കി. ഒന്നും കിട്ടിയില്ല. നമ്മുടെ ഈ ഗോഡ് ഫാദർ സിനിമയിലെ ക്ലൈമാക്സിൽ നമ്മുടെ രാമഭദ്രൻ നായികയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ നമ്മുടെ മായൻകുട്ടി ഒരു ആക്ഷൻ ഇടുമല്ലോ, കൈ രണ്ടും പൊക്കി എന്ന് പറഞ്ഞ്, അതുപോലെ നമ്മുടെ അരുൺകുമാർ ഒന്നും കിട്ടിയില്ല, സഖാവിൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള മെഴുകലായിരുന്നു. അതോടുകൂടി നമ്മുടെ ഇത് കണ്ട നമ്മുടെ സഖാക്കന്മാർക്ക്, അത് അവിടെ ചുറ്റും കൂടിയുന്ന സഖാക്കന്മാർക്ക് ആവേശമായി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പുറത്തേക്ക് ഇറങ്ങുന്നു, വണ്ടി തല്ലി പൊളിക്കുന്നു. ഇതാണ് അവിടെ സത്യം പറഞ്ഞാൽ നടന്നത്. ഇന്നലെ നമ്മുടെ പിണറായിയുടെ വീട്ടിലെ റെയ്ഡിൽ ഒന്നും കിട്ടിയില്ല എന്ന് ഒപ്പിട്ട് നൽകി ED. ഇതാണ് സത്യം പറഞ്ഞാൽ അരുൺകുമാർ പുറത്തു വിട്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. ഈ ഡോക്യുമെൻ്റ് ഫോർജ്ഡ് ആണോ എന്നൊരു അങ്ങനെയൊന്നും വരാൻ വഴിയില്ല. അദ്ദേഹം വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു മാധ്യമപ്രവർത്തകൻ അല്ലല്ല. അങ്ങനെയുള്ള എന്തായാലും മാധ്യമപ്രവർത്തനത്തിൻ്റെ മകുടോദാഹരണമാണ് റിപ്പോർട്ടർ ചാനലിൽ പുറത്തുവിടുന്ന വാർത്തകളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ 1 മിനിറ്റ് പുറത്തുവിട്ട വാർത്ത എന്ന് പറഞ്ഞാൽ 5-ാമത്തെ മിനിറ്റിൽ പൊളിഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, പണത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഹുങ്ക് കൊണ്ട് അവർ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ലൈസൻസ് ഇല്ലാന്നൊക്കെ പറയുന്നത്, അതിന് സാബു ജേക്കബ് അപ്പുറത്തുനിന്ന് വേറൊരു ഹുക്ക് ഇട്ടിട്ടുണ്ട്. എന്തായാലും അത് അവിടെ നിന്നോട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ അരുൺകുമാർ ഇത്തരത്തിലൊരു സംഭവം പുറത്തുവിട്ടു. അങ്ങനെ നമ്മുടെ സഖാക്കളെല്ലാം ആനന്ദ തന്തുലിതരാകുന്നു. പക്ഷേ അതിനുശേഷം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ആക്രമണം, അതിന് നേരെയുള്ള ആക്രമണം വലിയ രീതിയിൽ വരുന്നു. അതവിടെ നിന്നോട്ടെ. ഈ സത്യം പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെതിരെ ആക്രമണം നടത്തിയത് യഥാർത്ഥത്തിൽ തിരിച്ചടിയാകാൻ പോകുന്നത് വീണ വിജയനാണ്. വീണ വിജയനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും, ഒരു സംശയം വേണ്ട. വീണ വിജയനെ അറസ്റ്റ് ചെയ്യും. വീണ വിജയനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും നേരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നേരെ എങ്ങോട്ടാണ് പോയെന്ന് അറിയുന്നത്? നേരെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പോയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പോയി കൃത്യമായിട്ടുള്ള പരാതി നൽകിയ ശേഷമാണ് അവരവിടെ നിന്നും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയത്. പോരാത്തതിന് ഇതറിഞ്ഞ കേന്ദ്രമന്ത്രി അമിത്ഷാ കലിതുള്ളുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അമിത്ഷാ റിപ്പോർട്ട് തേടി, ഇതെന്താണ് അവിടെ നടന്നതെന്ന് അറിയണം. റിപ്പോർട്ട് തേടി രാത്രിയായപ്പോൾ പോലീസ് ഇറങ്ങുന്നു, സഖാക്കൾ ഓടുന്നു. 4 പാടും ചെതറി ഓടുകയാണ് സഖാക്കൾ. അങ്ങനെ 4 പാടും ചെതറി ഓടുന്ന സഖാക്കൾ ഒളിവിൽ പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ ചെതറിയോടുന്ന സഖാക്കളിൽ നിന്നും 8 സഖാക്കളെ ഞോട്ടമിട്ട് അള്ളിയെടുത്തുകൊണ്ട് നമ്മുടെ പോലീസ് പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഈ സഖാക്കളൊന്നും ഇനി കിട്ടൂല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഇനി ഇവരെല്ലാം ഡൽഹിയിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ കിടക്കും. ഒരു 10 കൊല്ലം കിട്ടാനുള്ള ഇതാണ് നമ്മൾ 10 അല്ല. ഈ 10 എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിനെ ആക്രമിച്ചാലാണ്. പക്ഷേ ഇത് ആക്രമണമല്ല, ഇത് വധിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ പോരാത്തതിന് അതിനകത്തൊരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സ്ത്രീ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് കേസ് പിന്നെയും മാറും. ഒരു 10, 15, 20 കൊല്ലമൊക്കെ അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 300ഓളം കണ്ടാൽ തിരിച്ചറിയുന്ന സഖാക്കന്മാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഈ സഖാക്കന്മാരെല്ലാം ഇനി നിരന്തരം ഒളിവിലായിരിക്കും. കാരണം ഒളിവിൽ പോകാതെ ഒരു വഴിയില്ല. കാരണം കേന്ദ്ര സർക്കാരാണ് ഇത് മൊത്തം ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. പോരാത്തതിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഇതിലും വലിയ വിറപ്പിച്ചുകൊണ്ടിരുന്ന, ഇവിടെ RSSകാരെയൊക്കെ മുക്കിന് വെട്ടി അരിഞ്ഞുകൊണ്ടിരുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സാധനത്തിനെ പോലെയാണ് വന്ന് പൊക്കി എടുത്തുകൊണ്ട് പോയത്. ഇനിയിപ്പോൾ 300 സഖാക്കൾ ഒളിവിൽ പോയി, ഇനി അജീവനന്ത ഒളിവിൽ ഇരുന്നാലും സത്യം പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ അവിടെ എവിടെയെങ്കിലും അപ്പിയിടായിരുന്നാൽ നിങ്ങൾ ബക്കറ്റ് ചോദിക്കാൻ പോകുന്ന ബംഗാളി ആയിരിക്കും ചിലപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസർ എന്ന് പറയുന്നത്. ആ പഠിച്ച് കയറ്റിയിട്ട് പിടിച്ചെടുത്തുകൊണ്ട് പോകും എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. കാരണം ഇനി അങ്ങനത്തെ ഒരു ദുരിത ജീവിതമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നാണ്. കുറച്ച് സംശയം ഉണ്ടെങ്കിൽ ആ സന്ദേശ് ഖാലിയിലോട്ടൊന്ന് നോക്കിയാൽ മതി. ഈ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന അത്രയൊന്നും ഇല്ലല്ലോ ഇവിടെ. വെസ്റ്റ് ബംഗാൾ അറിയാമല്ലോ. വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ തെലുങ്ക് സിനിമ പോലെയാണ്. തെലുങ്ക് സിനിമയിൽ റോഡിൽ കൂടെ ഒരു പെണ്ണ് നടന്നു പോകുമ്പോൾ ഒരു ഗുണ്ട വരുന്നു. അവിടെ TMCയുടെ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരെങ്കിലും ആയിരിക്കും. പിടിച്ചു കൊണ്ടുപോകുന്നു, ബലാത്സംഗം ചെയ്യുന്നു. ഭർത്താവ് ആ ബലാത്സംഗം ചെയ്യുന്ന ആ ഗുണ്ടയുടെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യയെ കാണാനില്ലെന്ന് പറയുന്നു. അപ്പോൾ പറയും 2 ദിവസത്തിനകം വിട്ടുതരാമെന്ന് പറയുമ്പോൾ ഭർത്താവ് തിരിച്ചു പോകുന്നു. ഇതാണ് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നത്. അത്രയൊന്നും ഇല്ലല്ലോ ഇവിടെ. അവിടെ ഇടിച്ചൊതുക്കി ചാക്കി കെട്ടി വായിൽ അവന്മാരെ ഇടി കൊള്ളുമ്പോൾ അവന്മാരെ ഷഡ്ഡി പോയി വായി കുത്തി കെട്ടിയിട്ടാണ് ഇടിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ഇവന്മാരെയൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് പൂ പറിക്കുന്നത് പോലെ ഒരു കേസാണ് എൻഫോഴ്സ്മെൻറ്റ്
എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 300 സഖാക്കന്മാർ ഇപ്പോൾ അകത്ത് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിന്നെ നമ്മൾ ചെയ്തത് അരുൺ മാമൻ ശ്രദ്ധിക്കണം, അതായത് 272 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. വീണ വിജയൻ്റെ പേഴ്സണൽ ഫോൺ പിടിച്ചെടുത്തു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു സെറ്റപ്പല്ല. വീണ വിജയൻ്റെ പേഴ്സണൽ ഫോൺ പിടിച്ചെടുത്ത് അതിന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാകും. ഇതിനൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നത്. അല്ല, ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ അറിയാത്ത കാര്യമാണോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഏത് നിമിഷവും നമ്മുടെ വീട്ടിലേക്ക് വരുമെന്ന്? എത്രയും പെട്ടെന്ന് വരുണിൻ്റെ ബോഡി ഇങ്ങനെ തോണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ അടി കൊണ്ട് പൂഴ്ത്തണ്ടേ? അതുപോലെ ജോർജ് കുട്ടി ചെയ്തതുപോലെ സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് ചിലപ്പോൾ കത്തിച്ച് കളയാം, ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് എവിടെയെങ്കിലും മാറ്റാം, ആറ്റിലൊഴുക്കാം, അങ്ങനെ എന്തൊക്കെ പരിപാടി ചെയ്യാം. അങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്ന് തപ്പിയാൽ ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഇവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഫോണ്, ഡിജിറ്റൽ എവിഡൻസുകൾ, പിന്നെ നിക്ഷേപത്തിൻ്റെ രേഖകൾ, അങ്ങനെ പല പല കാര്യങ്ങളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തുകൊണ്ട് പോകും. എന്നിട്ട് കൊടഞ്ഞിട്ട് പരിശോധിക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അതൊക്കെ ഇതിലോട്ട് ലീഡ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമാണ് എന്നുള്ളതാണ്. അല്ലാതെ ഇത് പ്രധാനപ്പെട്ട തെളിവുകളായതുകൊണ്ടല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മൾ കൃത്യവും വ്യക്തവുമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്നത്. അങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് കൊണ്ടുപോകും. ഇനി ഈ ആക്രമണം ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകാൻ പോകുന്നത് വീണ വിജയനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവർ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്ന് പറയുന്നത് വീണ വിജയനെ സമൻസ് അയക്കും എന്നുള്ളതാണ്. വീണ വിജയന് അവർ സമൻസ് അയക്കും. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെയും വാഹനത്തെയും CPM പ്രവർത്തകരെ ആക്രമിച്ച സംഭവം വീണയ്ക്കെതിരെ നിയമപരമായ ആയുധമാക്കാൻ EDയുടെ നീക്കം. അത് ആയുധമാക്കണ്ട, കോടതി കണ്ടാൽ തന്നെ പറയും പിടിച്ചകത്തിട്ടോ എന്ന് പറയും. അങ്ങനത്തെ സെറ്റപ്പാണ്. സമൻസിനെതിരെ വീണ കോടതിയെ സമീപിച്ചാൽ ഈ അക്രമ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടും. അതായത് വീണയ്ക്ക് സമൻസ് കൊടുക്കുന്നു, സമൻസ് കൊടുത്താൽ വീണ ഹാജരാവണം. എവിടെയെന്ന് വെച്ചാൽ വീണ ഹാജരാവണം. അപ്പോൾ വീണ പറയും എനിക്ക് ഹാജരാവാൻ വയ്യ, എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ തലവേദന, കൈവേദന, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന്, അതാണല്ലോ CPMകാരുടെ പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത്, അറ്റാക്കായിട്ട് ഞാൻ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളെടുത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഫ്രണ്ടിലേക്ക് വയ്ക്കും. എന്നിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ത് പറയും? കോടതി വഴി ഇവരെന്ത് ചെയ്യും? അറസ്റ്റിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. അറസ്റ്റിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച ശേഷം നല്ല പാറ്റൺ ടാങ്കൊക്കെ ആയിട്ട് കേന്ദ്രസേന ഇങ്ങോട്ട് വരും. കേന്ദ്രസേന ഇങ്ങോട്ട് വരുമ്പോൾ IP ബിനുവിനെ പോലെ ഇവിടെ മറ്റേ ചീമുട്ടയും കൊണ്ട് വന്നാൽ ശരിയാവില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ബ്രഹ്മോസാണ്, ചീമുട്ടയും കൊണ്ട് വന്നാൽ ശരിയാവില്ല. അപ്പോൾ പാറ്റൺ ടാങ്കുമായിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ അപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ മാറിക്കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ വരിക, വന്നിട്ട് വീണ വിജയനെ പൊക്കിക്കൊണ്ടു പോവുക, ഇത് മാത്രമേ അവിടെ നടക്കാനായിട്ട് സാധ്യതയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 242 അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപയാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. കേസിൽ കണ്ടെടുത്ത രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം ആദ്യഘട്ടത്തിൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനായിരുന്നു EDയുടെ പ്രാഥമിക തീരുമാനം. ഇതിനുശേഷം മാത്രമാണ് വീണ വിജയനെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇനി മോനെ നീ ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട CPM എന്നാണ് കൃത്യമായിട്ട് എൻഫോഴ്സ്മെൻറ്റിൻ്റെ നീക്കം എന്ന് പറയുന്നത്. ഇനി അമ്മച്ചിയാണ് അള്ളി പിടിച്ചുകൊണ്ട് പോകും എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പറയേണ്ടത്. റെയ്ഡിനിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ആക്രമണവും അരങ്ങേറിയ സാഹചര്യത്തിൽ ED തന്ത്രം മാറ്റി വീണയ്ക്കുടൻ സമൻസ് അയക്കാനും ഹാജരായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനും തീരുമാനം. സമൻസിനെതിരെ വീണ കോടതിയിൽ പോയാൽ കടുത്ത പ്രതിഷേധവും സമ്മർദ്ദവും കാരണം കൃത്യമായി മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചില്ലാത്ത കാര്യം ED കോടതിയെ അറിയിക്കും. ഈ സാഹചര്യത്തിൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ED വാദിച്ചാൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് വീണയ്ക്ക് എളുപ്പമാകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം CPM ഉദ്യോഗസ്ഥരുടെ കാര്യമെന്ന് പറയുന്നത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ആക്രമിച്ച CPM ഉദ്യോഗസ്ഥരുടെ കാര്യമെന്ന് പറയുന്നത് ഗോവിന്ദയാണ്. പിന്നെ പോലീസുകാരെയും ഇപ്പോൾ നോട്ടമിട്ടിട്ടുണ്ട് കേന്ദ്രസേന എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. കാരണം പോലീസ് ഇവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് പ്രാഥമികമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കരുതുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ IP ബിനു, നമ്മുടെ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന CPMൻ്റെ ഗുണ്ടയാണ്. CPMന് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യം നടത്തിയെടുക്കണമെങ്കിൽ IP ബിനുവിനെ ഇറക്കണം എന്നുള്ളതാണ് ഈ തിരുവനന്തപുരത്തെ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ളൊരു ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കോളേജ് പിടിച്ചെടുക്കണം, ആ കോളേജിൽ മൊത്തത്തിൽ വേറെ KSU ആണ്, IP ബിനുവിനെ പിടിച്ചു തരും എന്നുള്ള സെറ്റപ്പിലാണ് അവർ ഇരിക്കുന്നത്. അതായത് IP ബിനു കഴിഞ്ഞ ദിവസം ഒരു കൊട്ട മൊട്ടയായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പോലീസ് അവിടെ വന്നിട്ട് IP ബിനുവിനെ ഇങ്ങനെ തടയാനായിട്ട് പോലും ശ്രമിച്ചിട്ടില്ല. IP ബിനു പോലീസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അത് വരുന്നുണ്ട്. അപ്പോൾ ഓടിച്ചെന്ന് അവർക്ക് നേരെ മൊട്ട എറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പിന്നെ മുൻ ആറ്റുകാൽ കൗൺസിലറായിട്ടുള്ള ഉണ്ണി, സത്യം പറഞ്ഞാൽ ഇവന്മാരൊന്നും ഇന്നലെ രാത്രി ശേഷം കാണാനില്ല, ഇവിടെ പോയെന്നൊരു പിടിയില്ല. ഇവന്മാരെല്ലാം ഒളിവിൽ പോകുന്ന കാഴ്ചയാണ്. പറയുമ്പോൾ എന്താണ് നെഞ്ചും പിരിച്ച് നിൽക്കുമെന്നാണ് പറയുന്നത്. നെഞ്ചും പിരിച്ച് നിന്ന് കഴിഞ്ഞാൽ പാണ്ടിലോറി കയറാൻ വന്ന തവളയിലെ ഗതിയായി പോകുന്നവർക്ക് കൃത്യമായി മനസ്സിലായതുകൊണ്ടാണ് ഇവരെല്ലാം ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത്. വിപ്ലവം വീര്യം എന്ത് പറ്റി, ചോർന്നു പോയാ എന്നാണ് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചോർന്നു പോയാൽ അടിയിലൊന്നും വിട്ടിട്ടില്ല എന്ന് പറയുകയായിരുന്നു എന്ന് പറഞ്ഞ് IP ബിനു ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അപ്പം നമ്മുടെ മൊട്ട ബോസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അടിമയാകാം, വെറും അന്തോ അടിമയാവരുത് എന്ന് മാത്രമേ എനിക്ക് മൊട്ട ബോസിനോട് പറയാനുള്ളൂ. വെറും അന്തോ അടിമയാവരുത് എന്ന് മാത്രമേ എനിക്ക് വീണ്ടും നമ്മുടെ മൊട്ട ബോസിനോട് പറയാനുള്ളൂ. എന്തായിരുന്നാലും ഇവർക്ക് എല്ലാവർക്കും സ്വഗവ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.